ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട് അല്ലേ, നമ്മളൊരു കാര്യം ചെയ്യേണ്ട കാര്യമായിരുന്നു, പക്ഷേ അത് അയാൾ ചെയ്തില്ല. അപ്പോൾ നമ്മൾ അതിന് ശേഷം ആ ആളെ കാണുമ്പോൾ നമ്മൾ അയാളോട് പറയും, നിനക്കങ്ങനെ ചെയ്യാമായിരുന്നു അല്ലേ, നിനക്കങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയാറുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞിട്ട് അത് വാങ്ങിച്ചില്ല. അപ്പോൾ നമ്മൾ അയാളോട് പറയാണ്, നിനക്കത് വാങ്ങിക്കാമായിരുന്നു. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പറയാറുണ്ട്, നിനക്ക് അവളെയും കൂടെ കൊണ്ടുവരാമായിരുന്നു. നിനക്ക് അവനോട് ചോദിക്കാമായിരുന്നു. ചോദിച്ചില്ല, അതുകൊണ്ട് നമ്മൾ പറയാനാണ് നിനക്ക് അവളോട് ചോദിക്കാമായിരുന്നു. അതുപോലെ തന്നെ അവൾക്ക് വരാമായിരുന്നു. എന്തേ അവൾ വരാതിരുന്നത്? അവൾക്ക് വരാമായിരുന്നു. അതുപോലെ തന്നെ പറയാണ്, നിനക്ക് മിണ്ടാതിരിക്കാമായിരുന്നു. അതുപോലെ തന്നെ നിനക്കൊന്ന് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാമായിരുന്നു, നിനക്ക് അവനെ ഒന്ന് വിസിറ്റ് ചെയ്യാമായിരുന്നു, നിനക്ക് അവിടെ ഒന്ന് കയറാമായിരുന്നു എന്നൊക്കെ പറയാണ്. അതായത് നമ്മൾ ചെയ്തില്ല, അത് പിന്നീട് ഓർമ്മപ്പെടുത്തുന്ന ശൈലി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഈ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് ഇതാണ്, കുഡ് ഹാവ്. ഈ കുഡ് ഹാവ് എന്ന് പറയുന്ന ഈ ഒരു ടേം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് പറയുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നിനക്കത് വാങ്ങിക്കാമായിരുന്നു. അയാൾ വാങ്ങിച്ചില്ല, നിനക്കത് വാങ്ങിക്കാമായിരുന്നു. എങ്ങനെയാ പറയാ? യു കുഡ് ഹാവ് ബോട്ട് ദാറ്റ്. നിനക്കത് വാങ്ങിക്കാമായിരുന്നു. എന്ത് വാങ്ങിക്കാതിരുന്നത്? യു കുഡ് ഹാവ് ബോട്ട് ദാറ്റ്. നിനക്കത് വാങ്ങിക്കാമായിരുന്നു. യു കുഡ് ഹാവ് ബോട്ട്. ഹാവിന് ശേഷം നമ്മൾ വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ബൈ എന്നുള്ളതിന്റെ മൂന്നാമത്തെ ഫോം, രണ്ടാമത്തെ ഫോമൊക്കെ ബോട്ട് എന്നുള്ളതാണ്. അപ്പോൾ യു കുഡ് ഹാവ് ബോട്ട് ദാറ്റ്. നിനക്കത് വാങ്ങിക്കാമായിരുന്നു. നിനക്ക് അവളെ കൊണ്ടുവരാമായിരുന്നു. നീ എന്തേ തനിച്ചു വന്നത്? നിനക്ക് അവളെ കൂടെ കൊണ്ടുവരാമായിരുന്നു. എങ്ങനെയാ പറയാ? യു കുഡ് ഹാവ് ബ്രോട്ട് ഹെർ. ഇവിടെ ബോട്ടല്ല, ബ്രോട്ടാണ്. യു കുഡ് ഹാവ് ബ്രോട്ട് ഹെർ. നിനക്ക് അവളെ കൊണ്ടുവരാമായിരുന്നു. ബ്രിങ് എന്ന വാക്കിന്റെ മൂന്നാമത്തെ ഫോമാണ് ബ്രോട്ട് എന്ന് പറയുന്നത്. യു കുഡ് ഹാവ് ബ്രോട്ട് ഹെർ. നിനക്ക് അവളെ കൂടെ കൊണ്ടുവരാമായിരുന്നു. യു കുഡ് ഹാവ് ബ്രോട്ട് ഹെർ. അതേപോലെ തന്നെ ഇങ്ങനെ ചോദിക്കുകയാണ്, നിനക്ക് അവനോടൊന്ന് ചോദിക്കാമായിരുന്നു. അത്രയിടം വരെ പോയതല്ലേ, ഒന്ന് ചോദിക്കാമായിരുന്നു നിനക്കല്ലേ. യു കുഡ് ഹാവ് ആസ്ക്ഡ് ഹിം. നിനക്ക് അവനോട് ചോദിക്കാമായിരുന്നു. ചോദിക്കാതെ വന്നില്ലേ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. യു കുഡ് ഹാവ് ആസ്ക്ഡ് ഹിം അല്ലെങ്കിൽ യു കുഡ് ഹാവ് ആസ്ക്ഡ് ഹെർ. നിനക്ക് അവളോടൊന്ന് ചോദിക്കാമായിരുന്നു, അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കാമായിരുന്നു. യു കുഡ് ഹാവ് ആസ്ക്ഡ് ഹിം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, നിനക്ക് എന്നോടൊന്ന് പറയാമായിരുന്നു. നമ്മൾ അത്രയും അടുത്തായിട്ട് പോലും നീ എന്നോടൊന്ന് പറഞ്ഞില്ല, നിനക്ക് എന്നോടൊന്ന് പറയാമായിരുന്നു. യു കുഡ് ഹാവ് ടോൾഡ് മീ. നിനക്ക് എന്നോടൊന്ന് പറയാമായിരുന്നു, എന്നോടൊന്ന് സൂചിപ്പിക്കായിരുന്നു അല്ലേ. യു കുഡ് ഹാവ് ടോൾഡ് മീ. നിനക്ക് എന്നോടൊന്ന് പറയാമായിരുന്നു. യു കുഡ് ഹാവ് ടോൾഡ് മീ. നിനക്ക് എന്നോടൊന്ന് പറയാമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, നിനക്കൊന്ന് മിണ്ടാതിരിക്കാമായിരുന്നു. നീ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. നിനക്കൊന്ന് മിണ്ടാതിരിക്കാമായിരുന്നു. അവൻ എന്തെങ്കിലും ആവട്ടെ, നിനക്കൊന്ന് മിണ്ടാതിരിക്കാമായിരുന്നു. യു കുഡ് ഹാവ് കെപ്റ്റ് ക്വയറ്റ്. കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞാൽ നിശബ്ദനാവുക. യു കുഡ് ഹാവ് കെപ്റ്റ് ക്വയറ്റ്. നിനക്കൊന്ന് മിണ്ടാതിരിക്കാമായിരുന്നു. യു കുഡ് ഹാവ് കെപ്റ്റ് ക്വയറ്റ്. നിനക്കൊന്ന് മിണ്ടാതിരിക്കാമായിരുന്നു. യു കുഡ് ഹാവ് കീപ് ക്വയറ്റ്. നിനക്കൊന്ന് മിണ്ടാതിരിക്കാമായിരുന്നു. ഇങ്ങനെയും പറയാം. അതുപോലെ തന്നെ നിനക്ക് അവനെ ഒന്ന് സന്ദർശിക്കാമായിരുന്നു. അസുഖമായിട്ട് കിടക്കല്ലേ, അവിടം വരെ പോയതും അല്ലേ, നിനക്ക് അവനെ ഒന്ന് സന്ദർശിക്കാമായിരുന്നു. യു കുഡ് ഹാവ് വിസിറ്റഡ് ഹിം. നിനക്ക് അവനെ ഒന്ന് സന്ദർശിക്കാമായിരുന്നു. എന്തുകൊണ്ട് സന്ദർശിച്ചില്ല? യു കുഡ് ഹാവ് വിസിറ്റഡ് ഹിം. നിനക്ക് അവനെ ഒന്ന് സന്ദർശിക്കാമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിനായി നമ്മൾ യൂസ് ചെയ്ത ടേം എന്ന് പറയുന്നത് കുഡ് ഹാവ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാചകങ്ങൾ നിങ്ങൾ ഇതുപോലെ തന്നെ പല രീതിയിലുള്ള വാചകങ്ങൾ നിങ്ങൾ പറഞ്ഞ് പഠിക്കുക. ഇതുപോലത്തെ എക്സാമ്പിളുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.